ഞാൻ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞത് അടുത്തത് സ്കൗട്ട് ക്യാമ്പിലേക്ക് പോകാമെന്ന്. അതിന് കുറച്ചുകൂടെ സമയം എടുക്കും, കാരണം അതിനിടയ്ക്കുള്ള ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 1970 ഡിസംബറിൽ മലബാറിലേക്ക് എത്തുമ്പോൾ എന്നെ ആലക്കോട് സ്കൂളിൽ 2ാം ക്ലാസ്സിൽ ചേർക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 2 കുടുംബങ്ങൾ ഒരുമിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരേ ദിവസം 2 വാഹനത്തിലായിരുന്നില്ല, ഒരേ വാഹനം. അന്നൊക്കെ നമ്മൾ വാനെന്ന് പറയുന്ന കുറച്ച് മൂക്ക് നീണ്ട പുറകുവശത്തോട്ട് ബോഡി കെട്ടി ഉണ്ടാക്കിയ ഒരു വാഹനത്തിലാണ് ഈ 2 കുടുംബങ്ങളും പോരുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പട്ടിയും അവരുടെ ഒരു ആടും ഒക്കെ വണ്ടിയിലുണ്ടായിരുന്നു. വീണ്ടും ഇതൊക്കെ പിന്നീട് പരാമർശിക്കുന്നതാണ് എൻ്റെ വിശദ വിവരങ്ങൾ. അങ്ങനെ മലബാറിലെത്തി എന്നെ ആലക്കോട് സ്കൂളിൽ ചേർക്കുന്നു. അമ്മാവന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവർ തിരിച്ചു പോകുന്നു എന്നൊക്കെ വിചാരിച്ചെങ്കിലും അന്ന് ഈ ആലക്കോട് വരെ കുട്ടാപുറം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ സ്ഥലം. അവിടുന്ന് ആലക്കോട് വരെ നടക്കാനുള്ള ഒരു ത്രാണിയുള്ള ആളായിരുന്നില്ല ഞാൻ. കാരണം ഞാൻ തീക്കോയിൽ നിന്ന് മലബാർ അല്ലെങ്കിൽ ആലക്കോടേക്ക് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ ജീവിച്ചിരുന്നത് എൻ്റെ അമ്മയുടെ വീടായ തിടനാടാണ്. ഈ തിടനാട് എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഈരാറ്റുപേട്ട അല്ലെ അരുവിത്തറയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്ക് പോകുമ്പോൾ ഏകദേശം 3 കിലോമീറ്റർ എത്തുമ്പോഴാണ് തിടനാട്. തിടനാട് ടൗണിൽ ഇപ്പോഴൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് പോകുമ്പോൾ വലത്തെ സൈഡിലെ ഒരു ചെറിയൊരു പുഴയോട് ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങളുടേത്. മൂന്നാനപ്പള്ളിയിൽ എന്നായിരുന്നു എൻ്റെ അമ്മയുടെ വീട്ടിൽ. ഞാൻ ഏകദേശം 1.5 വയസ്സായപ്പോൾ അമ്മയുടെ വീട്ടിൽ വന്നിട്ട് മലബാറിന് പോരാൻ വേണ്ടി വണ്ടിയിൽ കയറുമ്പോഴാണ് എൻ്റെ ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ ഞാൻ യഥാർത്ഥത്തിൽ ജീവിക്കാനായിട്ട് പോരുന്നത്. മറ്റേ ഏതാണ്ട് 6 വയസ്സിൽ 4.5 വർഷവും ഞാൻ തിടനാടായിരുന്നു. തിടനാടാണ് ഞാൻ 1ഉം 2ഉം പഠിച്ചത്. ആ കാലത്ത് എന്നെ സ്കൂളിൽ ചേർത്തെങ്കിലും 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ ഞാൻ അധികം ഇരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഭയങ്കര ഒരു ഭീരുവായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം വീട്ടിൽ വളരെ ചെറിയ പ്രായത്തിൽ എൻ്റെ യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്തും സർട്ടിഫിക്കറ്റിലുള്ളതും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെ പ്രായമൊക്കെ കാണിച്ച് സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ ഞാൻ വളരെ ഒരു അശുവായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പോയിരുന്ന കരച്ചിലായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അമ്മയുടെ അനിയത്തിമാർ, അമ്മാവൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എന്നെ ആ ക്ലാസ്സിൽ കൊണ്ടുപോയിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തും. ഈ പറഞ്ഞ തിടനാട്ടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഏറിയാൽ 500 മീറ്റർ അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവരുടെയൊക്കെ കൂടെ പോവുകയും വരികയും പകുതി സമയം ഇവരുടെ ക്ലാസ്സിലേക്ക് ഇരുന്ന സമയം കളഞ്ഞ് ഞാൻ ഡിസംബറിൽ മലബാറിലെത്തി എന്നെ ആലക്കോട്ട് ചേർത്താൽ ഇത് നടക്കുകയില്ല എന്ന് അമ്മമാർക്ക് തോന്നിയതുകൊണ്ട് അവരെന്നെ വീണ്ടും തിരിച്ച് തിടനാട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ പോയി നിന്ന് 2ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ്, മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞ് ഏപ്രിലാണ് ഞാൻ വീണ്ടും ആലക്കോട്ടെത്തുന്നത്. ആലക്കോടെത്തി ആ വർഷം എൻ്റെ ആദ്യ കുർബാന നടത്തേണ്ട വർഷമായിരുന്നു. അപ്പോൾ എനിക്കതിന് പഠിക്കാൻ പോകണം. അങ്ങനെയാണ് ഞാൻ പിച്ച വെച്ച് നടന്നു തുടങ്ങുന്നത് കുട്ടാപറമ്പിൽ നിന്ന് ആലക്കോട്ടേക്ക്. ആലക്കോട് ടൗണിലെത്തിയ പോലെ ആലക്കോട് പള്ളിയുടെ അവിടെയുള്ള വേദപാഠം ഷെഡിലെത്തണം. അതിന് ഞങ്ങളുടെ തൊട്ട അയൽവക്കത്തുള്ള പാണ്ടിപ്പള്ളി തങ്കച്ചൻ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് എന്നേക്കാൾ 2-3 വയസ്സ് കൂടുതൽ ഉണ്ടായിരുന്നിരിക്കാം. ഏതായാലും അദ്ദേഹം അപ്പോഴാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 2 പേരും കൂടെയാണ് നടപ്പ്. എനിക്ക് ഈ 3 കിലോമീറ്റർ നടക്കാനുള്ള യാതൊരു ത്രാണിയുള്ള ആളായിരുന്നില്ല ഞാൻ. കാരണം ഞാൻ ഈ 500 മീറ്റർ കൂടുതൽ നടക്കാത്ത ഒരാളാണ്. ഏതായാലും ആ കാലഘട്ടം ഉപകരിച്ചു പിന്നെ സ്കൂളിലേക്ക് പോയപ്പോഴേ നടപ്പിനായിട്ട്. അങ്ങനെ ആദ്യ കുർബാന കഴിയുന്നു. ആദ്യ കുർബാനയൊക്കെ കഴിഞ്ഞ് ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ ഞാൻ മാത്രം പോയാൽ പോരാ, എൻ്റെ അനിയനെ ആ വർഷം 1ാം ക്ലാസ്സിൽ ചേർക്കുകയാണ്. പണ്ട് പറയാറുണ്ട്, പണ്ടേ ദുർബലം പിന്നെ ഗർഭിണിയാണെന്ന് പറഞ്ഞ മാതിരിയാണ് എൻ്റെ അവസ്ഥ. സ്വയമേ നടന്നു പോകാൻ കഴിയാത്ത ഞാൻ ഈ അനിയനെ കൂടെ കൂട്ടിക്കൊണ്ട് വേണം പോകാൻ. ഞങ്ങൾ ഒരുമിച്ച് വന്നിരുന്ന ആ വീട്ടുകാർ ഞങ്ങൾ തൊട്ട അയൽവക്കമാണ്. പക്ഷേ അവിടെയും ആവശ്യത്തിന് കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങളെ കൂടെ പരിപാലിക്കാനുള്ള സമയമൊന്നും ഉച്ചയ്ക്കില്ല. തൻ്റെ ചുറ്റുപാടും ഈ തിടനാട്ടായിരിക്കുമ്പോൾ വീട്ടിൽ വന്നാൽ ചോറുകൊണ്ടിരുന്നത്. ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് പാത്രത്തിൻ്റെ അകത്ത് ചോറ് കൊണ്ടുപോയി ഇത് തുറക്കാൻ അറിഞ്ഞുകൂടാന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. അനിയൻ്റെ പാത്രം കൊണ്ട് തുറക്കണം. അപ്പോൾ ഞങ്ങൾ തൊട്ട അയൽവക്കത്തൊരു വൈദ്യര് താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ ഉഷ. ഈ വീഡിയോ കാണാൻ ഇടയായാൽ ബന്ധപ്പെടാൻ ശ്രമിക്കണം. ഉഷയായിരുന്നു ഞങ്ങളുടെ 2 പേരുടെയും സംരക്ഷക. സാവിത്രി ടീച്ചറിന് നമ്മളെ ഹിന്ദി പഠിപ്പിച്ചിരുന്ന അരങ്ങത്തേക്ക് വരുന്ന വഴിക്കുള്ള ഒരു ഭാഗത്ത് സാവിത്രി ടീച്ചറിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഇച്ചിരി കൈ കഴുകാൻ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അവിടെ വന്നിരുന്ന് ഉഷ പാത്രം തുറന്ന് തന്ന് ചോറൊക്കെ എടുത്ത് തന്ന് കഴിച്ചാണ് ആദ്യത്തെ കുറച്ച് കാലം കഴിഞ്ഞ് കൂടിയത്. പിന്നെ സ്വാഭാവികമായിട്ടും ഏത് ജീവിയും സ്വയം ജീവിക്കാൻ പഠിക്കുന്നത് പോലെ ഞാനും അനിയനെയൊക്കെ നോക്കി വളരാറൊക്കെ ആയി. അതായിരുന്നു ആദ്യ കാലഘട്ട കഥകൾ. ഇനിയുള്ളവ അടുത്ത എപ്പിസോഡിൽ.